ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 10 ലക്ഷത്തിന് താഴെ ഒരു SUV, ഒരു ബഡ്ജറ്റ് SUV മേടിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് പഞ്ച്, എക്സ്റ്റർ, പിന്നെ ഫ്രോങ്സ്, ഈ 3 വാഹനങ്ങളായിരിക്കാം. ഇതിനകത്ത് ഫ്രോങ്സ് കുറച്ച് വില കൂടിയൊരു വാഹനമാണ്. ഒരു ഫ്രോങ്സ് AMG ഒക്കെ എടുക്കണമെങ്കിൽ ഒരു 9,70,000 രൂപ കൊടുക്കണം. ഫ്രോങ്സ് സാധാരണ മാനുവൽ വാഹനത്തിനാണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ കൊടുക്കണം. പഞ്ചാണെങ്കിൽ ഒരു 6,60,000 മുതൽ ഒരു ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ 9 ലക്ഷം. ഏകദേശം എക്സ്റ്ററിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു മാനുവൽ ഒരു 6.5 ലക്ഷം മുതൽ എക്സ്റ്റർ ഓട്ടോമാറ്റിക് കുറച്ചും കൂടെ വില കുറഞ്ഞ് കിട്ടും. ഒരു 8,30,000 എക്സ്റ്ററിന്റെ AMD കിട്ടും. ഇത് ടോട്ടൽ മൊത്തമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രോങ്സ് താല്പര്യമാണെങ്കിൽ കുറച്ചും കൂടെ മൈലേജ് കിട്ടും. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ഭാരത് എൻക്യാപ്പിൽ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് ഫ്രോങ്സ്. ഒരു ആവറേജ് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 3 വാഹനത്തിൽ ഒറ്റയടിക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഫ്രോങ്സ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾ സേഫ്റ്റി കുറച്ചും കൂടെ പ്രാധാന്യം ചെയ്യുന്നുണ്ടെങ്കിൽ പഞ്ചെടുക്കാം. ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇത് ലോൺ ഇട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ രീതിയിൽ ഒരാൾ ലോൺ ഇട്ട് വാഹനം എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ, നിങ്ങൾ മാക്സിമം ഡൗൺ പേയ്മെന്റ് ആദ്യം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതായത് ഒരു മാക്സിമം ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ഒക്കെ കഴിവ് നിങ്ങൾ ഡൗൺ പേയ്മെന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി അടയ്ക്കാനുള്ള ഒരു EMI-യുടെ തുക കുറഞ്ഞു കിട്ടും. അപ്പം സാധാരണ രീതിയിൽ ഇപ്പം നിങ്ങൾ കാർ ലോണിന് പലിശ നിരക്ക് കൂടുതലാണെങ്കിൽ കഴിവതും ഒരു ഗോൾഡ് ലോണോ അല്ലെങ്കിൽ ഗോൾഡൊക്കെ സെയിലാക്കിയിട്ടോ അങ്ങനെ മാക്സിമം നിങ്ങൾ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് എടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് ലോണൊന്നും എടുക്കാതെ ഒറ്റയടിക്ക് കാശ് കൊടുത്ത് എടുക്കാൻ കുറച്ചുകൂടെ നല്ലത്. പക്ഷെ നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ച് പലപ്പോഴും നടക്കാറില്ല. അതുകൊണ്ടാണ് ഒരു പുതിയ വാഹനം എടുക്കാൻ താല്പര്യമുണ്ട്. ഒരു SUV ആണ്. അപ്പോൾ നമ്മളിൽ ഒറ്റയടിക്ക് കാശില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ലോണൊക്കെ എടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മാക്സിമം പലിശ കുറയ്ക്കാൻ വേണ്ടി ഗോൾഡ് ലോണൊക്കെ എടുത്ത് ഡൗൺ പേയ്മെന്റ് മാക്സിമം കൊടുക്കുക. എന്നിട്ട് കാർ ലോൺ എടുക്കുന്ന സമയത്ത് അതിന്റെ പലിശ, അതിന്റെ മന്ത്ലി EMI കഴിവതും കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം പഞ്ചിൽ നിന്ന് തന്നെ തുടങ്ങാം. പഞ്ച് എന്നുള്ളത് ഒരു മൈക്രോ SUV എന്നുള്ള ഗണത്തിൽ പെടുന്നതാണ്. ഒരു റഫ് ഫീലിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. ഏറ്റവും ഈ ഒരു SUV ഗണത്തിൽപ്പെട്ട മൈക്രോ SUV ഗണത്തിൽ എക്സ്റ്ററിന് കൂടെ പെടുത്താൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ്. അത്യാവശ്യം റിജിഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് 193 ഒക്കെ ആയിട്ടുള്ള പുതിയ പഞ്ച് ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് തരുന്ന ഒരു വണ്ടി. ഓടിക്കുമ്പോൾ കുറച്ച് ഹൈ പൊസിഷനിൽ നമ്മളിരുന്ന് ഓടിക്കാൻ നമുക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു മികച്ച വാഹനം തന്നെയാണ് പഞ്ച് എന്നുള്ളത്. നിങ്ങൾ ഒരു സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. നമുക്കറിയാം, ഫാമിലി ആയിട്ട് പോകുമ്പോൾ സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രോസ് എന്ന് പറഞ്ഞാൽ. ഇതിന്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു എഞ്ചിൻ തന്നെയാണ്. എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തി ഒരു 60, 70, 80 കിലോമീറ്റർ ഒക്കെ ഒരു ഓടിക്കുന്ന, നല്ല റോഡ് കിട്ടിയാൽ ഓടിക്കുന്ന ഒരു സ്ലോ ഡ്രൈവറെ സംബന്ധിച്ച് ഈ വണ്ടി നല്ലത് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒന്ന് മാനുവലിലേക്ക് ഇട്ട് തട്ടി ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇതിന്റെ 1.2 ലിറ്റർ ആണെങ്കിൽ കൂടി ടർബോ ചാർജറിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയതിൽ. പക്ഷെ അതിന് നിങ്ങൾക്ക് ഒരു 10 ലക്ഷം ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ലാത്ത 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. ഏകദേശം 87 ഹോഴ്സ് പവർ ഇതിന് പവർ വരുന്നുണ്ട്. 113 ന്യൂട്ടൺ മീറ്റർ അതിന് ടോർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ്. അതായത് ഒന്ന് ശ്രദ്ധിച്ച് ഓടിക്കണമെന്നേ ഉള്ളൂ. ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഇതിന്റെ AMD ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലാഗ് അനുഭവപ്പെടും. പിന്നെ നിങ്ങൾ റീസെയിൽ വാല്യൂ വലുതായിട്ട് ടാറ്റയുടെ വാഹനങ്ങൾക്കൊന്നും പ്രതീക്ഷിക്കേണ്ട. അതിന് കമ്പയർഡ് ടു മാരുതിയൊക്കെ വളരെയധികം കുറവാണ് റീസെയിൽ വാല്യൂ. എത്ര മികച്ച വണ്ടി ഇറക്കിയാൽ തന്നെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ മികച്ചതാണെങ്കിൽ തന്നെ റീസെയിൽ വാല്യൂ കമ്പയർ ടു മാരുതി ആൻഡ് ഹ്യുണ്ടായി കുറച്ച് ആണ് കാണുന്നത്. അതുപോലെ ഇതിന് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആളുകൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു മികച്ച സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിലും ഒരു സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി ഉള്ള സ്റ്റിയറിംഗ് ഫീൽ തരുന്ന ഒരു വണ്ടി. മൈലേജും കുറച്ച് കുറവായിരിക്കും. സിറ്റിയിൽ ഒരു 12-13, ലോങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ ഒരു 15-16, ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുകയാണെങ്കിൽ 17-18 ഒക്കെ കിട്ടാൻ സാധിക്കുന്ന ഒരു വണ്ടിയാണ് പഞ്ച് എന്നുള്ളത്. ഇനി അടുത്തത് എക്സ്റ്ററിനെ പറ്റി നമ്മൾ ആദ്യം അതിന്റെ പ്രോസ് പറയുകയാണെങ്കിൽ,
പോസിറ്റീവ് പറയുകയാണെങ്കിൽ എക്സ്റ്റർ എന്നുള്ളത് ഒരു സ്മൂത്ത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. അത് എൻജിൻ വളരെ സ്മൂത്താണ്, ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 1.2 ലിറ്റർ കാപ്പ എഞ്ചിനാണ്, 113 ടോർക്ക് വരുന്ന 83 ഹോഴ്സ് പവർ വരുന്നിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിൻ വളരെ സ്മൂത്താണ്. കമ്പയർഡ് ടു ടാറ്റ വെഹിക്കിള് ആഫ്റ്റർ സർവീസ് സെയിൽ നല്ലതാണ്. പിന്നെ വാഹനം ഒരു കാറിലേക്ക് ഫീലാണ് തരുന്നത്. നമ്മൾ ഒരു നെഗറ്റീവായിട്ട് പറയാം, നമ്മൾ പഞ്ചിലൊക്കെ ഇരുന്ന് ഓടിക്കുന്ന ഇച്ചിരി കൂടെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടും. ഇതിനകത്തൊരു കാറിലേക്ക് ഫീലാണ്. നമ്മൾ കയറുമ്പോഴാണെങ്കിലും കുറച്ച് താഴ്ന്നിരിക്കുന്ന രീതിയിലാണ്, പക്ഷെ ബോണറ്റൊക്കെ വിസിബിൾ ആണ്. കുറച്ചും കൂടെ വീതി കുറഞ്ഞ ഒരു വണ്ടി ആയതുകൊണ്ട് കമ്പയർഡ് ടു പഞ്ച് ഒരു കാറിലേക്ക് ഫീലാണ്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പഞ്ച് കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. ഉള്ളിൽ പുറകിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ റിയർ സീറ്റിലൊക്കെ ഇച്ചിരി സ്പേഷ്യസ് ആണ് പഞ്ചുമായിട്ട് നോക്കുകയാണെങ്കിൽ. പിന്നെ വേറെ നെഗറ്റീവും പോസിറ്റീവും വെച്ചാൽ കുറച്ചും കൂടെ ഫ്യൂവൽ എഫിഷ്യൻസി പഞ്ചിനേക്കാളും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്കിലും ഫ്രോങ്സുമായിട്ട് നോക്കുമ്പോൾ ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല, അത്രയും ഫ്യൂവൽ എഫിഷ്യൻ്റ് അല്ല. പിന്നെ ആഫ്റ്റർ സെയിൽസ് നോക്കുകയാണെങ്കിൽ സർവീസ് നല്ലതാണ്. പിന്നെ റീസെയിൽ വാല്യൂ കമ്പയർഡ് ടു പഞ്ച് ഇച്ചിരി കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ ഫ്രോങ്സുമായിട്ട് നോക്കുമ്പോൾ കുറവ് തന്നെയായിരിക്കും. ഇനി നമ്മൾ ഫ്രോങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവ് അതിന്റെ എഞ്ചിൻ തന്നെയാണ്. സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്, തീരെ സൗണ്ട് ഒന്നും ഉള്ളിലോട്ട് കേൾക്കില്ല. റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷെ ഇതിന് മിനിമം ഒരു 8 ലാക്ക് നമ്മളൊരു മാനുവൽ വണ്ടി എടുക്കണമെങ്കിൽ ഒരു 8 ലക്ഷം കൊടുക്കേണ്ടി വരും. ഒരു ഓട്ടോമാറ്റിക്കലി പോകണമെങ്കിൽ 9.7 10 ലക്ഷം ഒരു ഓട്ടോമാറ്റിക് എടുക്കണമെങ്കിൽ 10 ലക്ഷം എങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ഇതിന്റെ പുറകിൽ ഇച്ചിരി ഒരു സീറ്റ്, പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് സീറ്റ് ഇച്ചിരി കൂടെ ഒരു ഇടുങ്ങിയ ഒരു സീറ്റായിട്ടാണ് പുറകിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. മുന്നിലിരിക്കുന്ന ആളുകൾക്ക് വളരെ ഇതാണ്. പക്ഷെ എന്തായാലും പുറകിലൊരു 6 ഫീറ്റൊക്കെ ഉള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഇരിക്കേണ്ടി വരും. എങ്കിലും സാധാരണ നോർമലായിട്ടുള്ള വലിയ കുഴപ്പമില്ല. ഹൈവേയിലൊക്കെ നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. പിന്നെ മൈലേജ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത. കമ്പയർഡ് ടു പഞ്ച് ആൻഡ് എക്സർ കുറച്ചുകൂടെ മൈലേജ് ഇതിന് കൂടുതൽ കിട്ടും. കറക്റ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നത്, ഒരു ആവറേജ് ഒരു സിറ്റിയിലാണെങ്കിൽ ഒരു 13-14, ഒരു ലോങ് ഡ്രൈവ് ആണെങ്കിൽ ഒരു 19-20 വരെ കിട്ടാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ് ഫ്രോങ്സ്. ഓവറോൾ നമ്മൾ ഭാരത് എൻക്യാപ്പിലാണെങ്കിലും ബലീനയുടെ സെയിം പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. അപ്പോൾ മൊത്തം നോക്കുവാണെങ്കിൽ ഒരു ഫ്രോങ്സ് ഒരു മികച്ച വണ്ടിയാണ് കമ്പയർഡ് ടു പഞ്ച് ആൻഡ് എക്സ്റ്റർ. എങ്കിലും നമ്മൾ മെയിനായിട്ട് ഒന്ന് പറയുകയാണെങ്കിൽ സേഫ്റ്റി ഫോർ പഞ്ച് ആൻഡ് ഫ്യൂച്ചേഴ്സ് ഫോർ എക്സ്റ്റർ ആൻഡ് റിലയബിൾ എൻജിൻ ആൻഡ് മൈലേജ് ഫോർ ഫ്രോങ്സ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് പലരുടെയും അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ വണ്ടി, നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എത്ര മൈലേജ് കിട്ടുന്നുണ്ട്, സ്മൂത്ത് ആൻഡ് റിലയബിൾ എഞ്ചിനാണോ, ആഫ്റ്റർ സെയിൽ സർവീസ് എങ്ങനെയുണ്ട്, റീസെയിൽ വാല്യൂ എങ്ങനെയുണ്ട്, റൈഡിങ് ആൻഡ് ഹാൻഡ്ലിംഗ് എങ്ങനെയുണ്ട്, മൈലേജ് എത്ര കിട്ടുന്നൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. സ്റ്റേ സേഫ്.